അതിരിപ്പിയുടെ പഞ്ചക്ഷതങ്ങളുടെ ഒറിജിനൽ പിക്ചർ ഇതാണ്. പഞ്ചക്ഷതങ്ങൾ ക്രിസ്തുവിൻ്റെ സമ്മാനം പോലെ ഏറ്റുവാങ്ങിയ വിശുദ്ധൻ പിന്നീട് മറ്റുള്ളവരുടെ മുറിവുണക്കുന്നയാളായി മാറി. കത്തോലിക്ക സഭ പെട്ടെന്നങ്ങ് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാറില്ല. പഞ്ചക്ഷതങ്ങൾ ഒറിജിനലാണോ എന്ന ചിന്ത ബലപ്പെട്ട് വന്നപ്പോൾ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. ചില ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ അവരടങ്ങിയ വിദഗ്ധ സംഘം ചില കെമിക്കലുകളൊക്കെ ഈ മുറിവുകളിൽ വെച്ച് കെട്ടി. പക്ഷേ വെച്ചുകെട്ടലുകൾ അഴിച്ചു മാറ്റിയപ്പോൾ ദുർഗന്ധമോ ചീഞ്ഞഴിഞ്ഞ അവസ്ഥകളുണ്ടായിരുന്നില്ല. മുറിവ് അങ്ങനെ തന്നെ അതിൽ നിന്നും സുഗന്ധം വരികയും ചെയ്തു. വിശുദ്ധരങ്ങനെയാണല്ലോ, മുറിവിൽ നിന്ന് പോലും സുഗന്ധം ഒഴുകി വരും. ഒരു മുളയുടെ മുറിവിൽ നിന്നും പാട്ടൊഴുകി വരുന്നത് പോലെ, ഭൂമിയുടെ മുറിവിൽ നിന്നും പുഴയൊഴുകി വരുന്നത് പോലെ, തിരുഹൃദയത്തിൽ നിന്നും ഒഴുകി വരുന്ന ജലവും രക്തവും ആളുകൾക്ക് സൗഖ്യമേകുന്നത് പോലെ വിശുദ്ധരുടെ മുറിവുകൾ നിറവുകളായി മാറുന്നു.